ലൈവ്സ്റ്റോക്ക് മാനേജ്മെന്റ് തേർഡ് മോഡ്യൂളിലെ 9ാം ചാപ്റ്ററായ മാനേജ്മെന്റ് ഓഫ് ഡോഗ് ആൻഡ് കാറ്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ഡോഗിന്റെയും കാറ്റിന്റെയും ബ്രീഡ്സിനെ കുറിച്ചും അവയുടെ ജനറൽ മാനേജ്മെന്റിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യം ഡോഗ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡോഗ്സിന്റെ ഫാമിലി കാനിഡേ. കാനിഡേ എന്ന ഫാമിലിയിലാണ് നായ്ക്കുട്ടികൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഡോഗ്സിന്റെ സയന്റിഫിക് നെയിം കാനിസ് ഫാമിലാരിസ്. കാനിസ് ഫാമിലാരിസ് എന്നതാണ് ഡോഗിന്റെ സയന്റിഫിക് നെയിം. എന്തിനെല്ലാമാണ് ഡോഗ്സിനെ ഉപയോഗിക്കുന്നത്? ഹണ്ടിങ്, ഹേർഡിങ്, പുള്ളിംഗ് ലോഡ്സ്, പ്രൊട്ടക്ഷൻ, അസിസ്റ്റിംഗ് പോലീസ് ആൻഡ് മിലിറ്ററി, കമ്പാനിയൻഷിപ്പ്, എയ്ഡിംഗ് ഹാൻഡിക്യാപ്ഡ് ഇൻഡിവിജ്വൽസ്. അതായത് വേട്ട സമയത്ത് കൂടെ കൊണ്ടുപോകുന്നതിനും, ഹേർഡിങ്ങിനും, ചെറിയ ലോഡുകളെല്ലാം വലിച്ചു കൊണ്ടുപോകുന്നതിനും, കാവൽ നായിയായും, പോലീസിലും മിലിറ്ററിയിലും സഹായിയായും, പെറ്റായും, അംഗപരിമിതരെ സഹായിക്കാനുമെല്ലാം ഡോഗ്സിനെ ഉപയോഗപ്പെടുത്തുന്നു. ഡോഗ്സിന്റെ ഉപയോഗങ്ങൾ തൊട്ടു മുമ്പത്തെ സ്ലൈഡ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇതുകൊണ്ടെല്ലാം നായയെ മനുഷ്യന്റെ ഉറ്റ സുഹൃത്താക്കി കണക്കാക്കുന്നു. മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്. ചില രാജ്യങ്ങൾ, ഉദാഹരണത്തിന് ചൈന, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ നായയുടെ മാംസം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. ലോകത്തിലാകമാനം 400-ലധികം പ്യുവർ ഡോഗ് ബ്രീഡ്സിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി കേരളത്തിൽ കാണപ്പെടുന്ന കുറച്ച് നായയുടെ ബ്രീഡുകളെ നമുക്ക് പരിചയപ്പെടാം. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോഗുകളെ പലതരം ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഹേർഡിംഗ്, സ്പോട്ടിംഗ്, നോൺ സ്പോട്ടിംഗ്, വർക്കിംഗ് ഡോഗ്സ്, ഹോൺസ്, ടെറിയേഴ്സ്, ടോയ് ബ്രീഡ്സ് എന്നിവയാണ് അവ. നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രീഡുകളിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടതായിരിക്കും. ആദ്യമായി ജർമ്മൻ ഷെപ്പേർഡ്, അൽസേഷ്യൻ എന്നറിയപ്പെടുന്ന ജർമ്മൻ ഷെപ്പേർഡിനെ നമുക്ക് പരിചയപ്പെടാം. ഹേർഡിംഗ് ഗ്രൂപ്പിലാണ് ഇവ പെടുന്നത്. ഇവയുടെ പ്രധാന ശരീര പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ലാർജ് സൈസ്ഡ് ആണ് ഇവ. ജെന്റിലും ബുദ്ധിയുള്ളതും ചുറുചുറുക്കുള്ളതുമായ പട്ടിക്കുട്ടികളാണ് ഇവ. ഇവയുടെ നെറ്റിയുടെ മുൻഭാഗം ഡോം ഷേപ്പ് ആയിരിക്കും. മസിലാണെങ്കിലോ ലോങ് ആൻഡ് സ്ക്വയർ കട്ട് ആയിരിക്കും. മൂക്കിന്റെ മുൻഭാഗം അല്ലെങ്കിൽ മൂക്ക് ബ്ലാക്ക് കളർ ആയിരിക്കും. ചെവിയാണെങ്കിലോ അത്യാവശ്യം വലുതും എന്നാൽ ഉയർന്നു നിൽക്കുന്നതുമാണ്. നല്ല ബുഷി ആയിട്ടുള്ള വാലുകളാണ് ഇവയ്ക്കുള്ളത്. അത് പിൻകാലിന്റെ ഹോക്ക് റീജിയൻ വരെ നീണ്ടുകിടക്കുന്നു. ഇവയുടെ ഹെയർ കോട്ട് ഡബിൾ ഹെയർ കോട്ടാണ് ഇവയ്ക്കുള്ളത്. അതായത് അത്യാവശ്യം കട്ടിയുള്ള രോമങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ കോമൺ കളർ ടാൻ വിത്ത് ബ്ലാക്ക് സാഡിൽ ആണ് ഇവയുടെ കോമൺ കളർ. ഈ കളറിൽ പെയിലായതോ ഫേഡ്സ് ആയതോ ഉണ്ടെങ്കിൽ ഈ ബ്രീഡിന്റെ ഒരു സീരിയസ് ഫോൾട്ട് ആയി കണക്കാക്കപ്പെടുന്നു. എന്നാൽ വൈറ്റ് കളറുള്ള അൽസേഷ്യൻ ഡോഗുകളെ ഇവയുടെ ബ്രീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ പെടുന്നതല്ലാത്തത് കൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഇവയുടെ ആവറേജ് ലൈഫ് സ്പാൻ 7 മുതൽ 10 വർഷം വരെയാണ്. ജർമ്മൻ ഷെപ്പേർഡ് നായകളുടെ ഉപയോഗങ്ങൾ. നല്ല ധൈര്യമുള്ളതും എന്നാൽ ഫ്രണ്ട്ലിയുമായ നായകളാണിവ. ശ്രദ്ധയും ജാഗ്രതയും ഇവയ്ക്ക് വളരെ കൂടുതലാണ്. ആവശ്യാനുസരണം ട്രെയിൻ ചെയ്തെടുത്ത് പലവിധ ആവശ്യങ്ങൾക്കായി ഇവയെ ഉപയോഗിക്കാം. ഇതിനെല്ലാം ഇവയെ പോലീസിലും മിലിറ്ററിയിലും എല്ലാം ഉപയോഗിക്കുന്നു. ഹാൻഡിക്യാപ്ഡ് അഥവാ അംഗവൈകല്യമുള്ളവർക്കും രക്ഷാപ്രവർത്തനത്തിലും ഹേർഡിങ്ങിനും ഡ്രഗ് ഡിറ്റക്ഷനുമെല്ലാം ഇവയെ ഉപയോഗിക്കുന്നു. നല്ല വിശ്വസ്തനായ ഒരു കാവൽ നായയാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതിനാൽ വീടുകളിൽ ഗാർഡ് ഡോഗായും ഇവയെ ഉപയോഗിക്കുന്നു. ഇവയുടെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോൾ പഠിച്ചത് നിങ്ങൾ പിക്ചറിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക. രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാബ്രഡോർ റിട്രീവർ എന്ന നായയെ കുറിച്ചാണ്. ഇവ കാനഡ, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ടിംഗ് വിഭാഗത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇവയുടെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവയുടെ ശരീരം മീഡിയം ടു ലാർജ് സൈസ്ഡ് ആണ്. ജെന്റിലും ബുദ്ധിയുള്ളതും വളരെ നല്ല സ്വഭാവവും വളരെ സ്നേഹമുള്ളതുമായ നായകളാണിവ. ശരീരഭാരം പെട്ടെന്ന് കൂടുന്ന ഒരു പ്രകൃതമാണ് ഇവയ്ക്ക്. അതിനാൽ ധാരാളം എക്സസൈസ് ഇവയ്ക്ക് ആവശ്യമുണ്ട്. ശരിയായ രീതിയിൽ എക്സസൈസ് ലഭിക്കാത്ത ലാബ്രഡോർ നായ്ക്കുട്ടികൾ പെട്ടെന്ന് തടിയ വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇവയുടെ കോമൺ ആയിട്ടുള്ള നിറങ്ങൾ ബ്ലാക്ക്, ചോക്ലേറ്റ് ഓർ പെയിൽ ക്രീം. ഈ നിറങ്ങളിലാണ് ഇവയെ സാധാരണ കണ്ടുവരുന്നത്. വേറെ ഏതെങ്കിലും കളറോ അല്ലെങ്കിൽ 1-2 കളറുടെ കോമ്പിനേഷനോ വരികയാണെങ്കിൽ അത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഫീച്ചറാണ്. ഇവയുടെ ശരീരം നല്ല സ്ട്രോങ്ങും മസ്കുലാറും ഇവയുടെ ശരീരത്തിന്റെ ടോപ്പ് ലൈൻ ലെവൽഡുമാണ്. പിക്ചറിൽ നോക്കുക, ലെവൽഡ് ആയിട്ടുള്ള ടോപ്പ് ലൈനാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ തലയുടെ മുകൾ ഭാഗം നല്ല വിരിഞ്ഞതായിരിക്കും, ബ്രോഡായിരിക്കും. ഐബ്രോസ് ആണെങ്കിലോ കുറച്ച് എഴുതി നിൽക്കുന്ന രീതിയിലുള്ള ഐബ്രോസ് ആയിരിക്കും. ഇവയുടെ ഹെയർ കോട്ട് നീളം കുറഞ്ഞതാണ്, എന്നാൽ തിക്കുമാണ്. കൂടുതൽ വാട്ടർ റെസിസ്റ്റന്റ് ആയി ഇവ കാണപ്പെടുന്നു. ഇവയുടെ വാലാണെങ്കിൽ നീർനായയുടേതുപോലെ ഓട്ടർ അഥവാ നീർനായയുടേതുപോലെയുള്ള വാലാണ് ഇവയ്ക്ക്. ഇവയുടെ ലൈഫ് സ്പാൻ 10 മുതൽ 13 വർഷം വരെയാണ്. ലാബ്രഡോറിന്റെ ഉപയോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. യൂട്ടിലിറ്റി ഡോഗ് എന്ന പേരിൽ ഇവ അറിയപ്പെടുന്നു. വേറൊരു പേരുമുണ്ട് ഇവയ്ക്ക്, സെന്റ് ജോൺസ് ഡോഗ് എന്ന പേരിലും ഇവ അറിയപ്പെടുന്നുണ്ട്. പണ്ട് മുതൽക്കേ വേട്ടയാടുന്ന സമയത്ത് വേട്ടപക്ഷികളെ എടുത്തു കൊണ്ടുവരാനായി ഇവയെ ഉപയോഗിച്ചിരുന്നു. അംഗവൈകല്യമുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഗുഡ് അസിസ്റ്റൻസ് ആണ് ഈ ഡോഗ്. ട്രാക്കിങ്ങിന് വേണ്ടിയും ഡ്രഗിന്റെയും മറ്റും ഡിറ്റക്ഷന് വേണ്ടിയും വാട്ടർ റെസ്ക്യൂ രക്ഷാപ്രവർത്തനങ്ങളിലുമെല്ലാം ഇവയെ ഉപയോഗിക്കുന്നു. കൂടാതെ ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലുമെല്ലാം തെറാപ്പി വർക്കിന് വേണ്ടിയും ലാബ്രഡോറിനെ ഉപയോഗിച്ചു വരുന്നു. മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റോട്ട്വീലർ എന്ന ബ്രീഡിനെ കുറിച്ചാണ്. വർക്കിംഗ് വിഭാഗത്തിൽപ്പെടുന്ന ഇവ ജർമ്മനിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവയുടെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ്: ഇവയുടെ ശരീരം മീഡിയം ടു ലാർജ് സൈസ്ഡ് ആണ്. അലേർട്ട്, ഗുഡ് നാച്ചുർഡ്, ഒബീഡിയന്റ്, കറേജിയസ്, ഫിയർലെസ് ആൻഡ് കോൺഫിഡൻസ് ഇതെല്ലാം ഈ നായയുടെ പ്രത്യേകതയാണ്. അതായത് അനുസരണയുള്ളതും ധൈര്യശാലിയും നല്ല പ്രകൃതവുമുള്ള നായകളാണ് ഇവ. ഇവയുടെ സാധാരണ കളേഴ്സ് ടാൻ കളറും ചെസ്റ്റിൽ ബ്ലാക്ക് കളറും ഇവയുടെ കോമൺ നിറങ്ങളാണ്. ശരീരത്തിൽ ത്രികോണാകൃതിയിലുള്ള അടയാളങ്ങൾ കാണപ്പെടുന്നു. വിരലിലാകട്ടെ ചെറിയ കറുത്ത വരകൾ കാണപ്പെടുന്നു. ഇവയുടെ ഏകദേശം ലൈഫ് സ്പാൻ ആയുർദൈർഘ്യം 9 മുതൽ 10 വർഷം വരെയാണ്. റോട്ട്വീലർ നായകളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. രക്ഷാപ്രവർത്തനത്തിലും സെർച്ചിങ്ങിനുമെല്ലാം ഇവർ നല്ല മിടുക്കരാണ്. വീടുകാവലിന് വളരെ അനുയോജ്യമായ ഗാർഡ് ഡോഗ്സ് ആണ് ഇവ. പോലീസിലും പലവിധ ആവശ്യങ്ങൾക്കായി ഇവ ഉപയോഗിക്കുന്നു. They have a natural instinct to protect their families. ഇവ കുറച്ച് ആക്രമണകാരികളാണ് കേട്ടോ. ശരിയായ രീതിയിൽ ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ ഇവ അപകടകാരികളാവാൻ സാധ്യതയുണ്ട്. ഫോർത്ത് ബ്രീഡ് ഡോബർമാൻ പിൻഷർ. ഇവയും വർക്കിംഗ് ഗ്രൂപ്പിൽ പെടുന്നവയാണ്. ജർമ്മനി തന്നെയാണ് ഇവയുടെ ജന്മസ്ഥലം. ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ്: മീഡിയം ടു ലാർജ് സൈസ്ഡ് ആയ ഡോഗ് ആണ് ഇവ. ബുദ്ധികൂർമ്മതയും അനുസരണയും നല്ല പവർഫുള്ളുമായ നായ ഇനമാണിവ. ഫോൺ, ബ്ലാക്ക്, റെഡ്, ബ്ലൂ, വൈറ്റ് എന്നിവയാണ് ഇവയുടെ സാധാരണ നിറങ്ങൾ. മസ്കുലാറും സ്ക്വയർ കട്ടുമായ ബോഡിയാണ് ഇവ. ഇവയുടെ രോമങ്ങൾ വളരെ ചെറുതാണ്. കൂടാതെ അവ തിക്കും
സ്മൂത്തുമാണ്. നെഞ്ച്, കാലിലെ പോസ്, മസിൽ, കാലുകൾ, കണ്ണുകൾക്ക് മുകളിൽ, വാലിന് താഴെ എന്നിയിടങ്ങളിലെല്ലാം ചില മാർക്കിംഗ് കാണപ്പെടുന്നു. 10 മുതൽ 14 വയസ്സ് വരെയാണ് ഇവയ്ക്ക് ആയുസ് ഉള്ളത്. ഡോബർമാൻ നായ്ക്കുട്ടികളുടെ യൂട്ടിലിറ്റി. മറ്റുള്ള നായകളെ പോലെ തന്നെ പോലീസിലും മിലിറ്ററിയിലും ഇവയെ ഉപയോഗിക്കുന്നു. കാനൈൻ സ്പോർട്സിലും എക്സലന്റ് ഗാർഡ് ഡോഗായും കമ്പാനിയനുമായി എല്ലാം ഡോബർമാനെ ഉപയോഗിച്ചു വരുന്നു. സിറ്റി ലൈഫിൽ ഇവ വളരെ അനുയോജ്യമാണ്. ഏതു കാലാവസ്ഥയും, ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇവയ്ക്ക് പ്രശ്നമില്ല. ഇവയെ ട്രെയിൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊക്കെയാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇവയ്ക്ക് ഇഷ്ടം. മറ്റുള്ള നായകളുടെ കൂടെ അത്ര പെട്ടെന്ന് ചേരില്ല ഇവ. അടുത്തതായി ടോയ് നോൺ സ്പോട്ടിംഗ് വിഭാഗത്തിൽപ്പെടുന്ന 2 ചെറിയ നായക്കുട്ടികളെ പരിചയപ്പെടാം. ആദ്യത്തെ ബ്രീഡ് ജപ്പാനീസ് സ്പിറ്റ്സ്. ഇവ ജപ്പാനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടോയ് നോൺ സ്പോട്ടിംഗ് വിഭാഗത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ ശരീരമാണ് ഇവയ്ക്ക്. ഭംഗിയുള്ളതും അനുസരണയുള്ളതും ബുദ്ധിയുള്ളതുമായ നായ്ക്കുട്ടികളാണ് ഇവ. പോമറേനിയൻ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പോമറേനിയൻ നായ്ക്കുട്ടികളേക്കാൾ ഇവയ്ക്ക് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. നല്ല തിളക്കമുള്ള വെളുത്ത രോമങ്ങളാണ് ഇവയ്ക്ക്. കൂർത്ത മസിൽ, നിവർന്നിൽക്കുന്ന ചെവികൾ, ഉയർന്നിൽക്കുന്ന വാല് ഇവയെല്ലാം ഇവയുടെ പ്രത്യേകതകളാണ്. 10 മുതൽ 14 വർഷം വരെയാണ് ഇവയുടെ ലൈഫ് സ്പാൻ. ഡബിൾ ഹെയർ കോട്ടാണ് ഇവയ്ക്കുള്ളത്. ഷോർട്ടും ഡെൻസുമായിട്ടുള്ള അണ്ടർ കോട്ടാണ് ഒന്ന്. എന്നാൽ നീളമുള്ളതും വളരെ തിക്കായും കാണപ്പെടുന്ന ഹെയർ കോട്ടും ഇവയ്ക്കുണ്ട്. സ്പിറ്റ്സിന്റെ യൂട്ടിലിറ്റി. നല്ല ഒരു പെറ്റ് ഡോഗാണ് ഇവ. ഓണേഴ്സിനോട്, ഉടമസ്ഥരോട് വളരെയധികം സ്നേഹം കാണിക്കുന്ന പ്രകൃതമുള്ള നായ്ക്കളാണ് ഇവ. വയസ്സായവർക്ക് നല്ലൊരു കൂട്ടുകാരനും കൂടെയാണ്. അപരിചിതരെ കാണുമ്പോൾ നന്നായി കുരയ്ക്കുന്നത് കൊണ്ട് ഗാർഡ് ഡോഗായി വീട്ടിൽ ഉപയോഗിക്കാം. ഇവയ്ക്ക് മെയിൻ്റനൻസ് കുറച്ചു മതി. വെളുത്ത നീളമുള്ള രോമങ്ങളാണെങ്കിലും അഴുക്കോ മറ്റുള്ള വസ്തുക്കളോ ഈ കോട്ടിൽ പറ്റിപ്പിടിക്കുന്നില്ല. കൂടാതെ സാധാരണ നായ്ക്കൾക്കുള്ള ഡോഗി ഓർഡർ ഇവയ്ക്ക് കുറവാണ്. സ്പിറ്റ്സിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന ചെറിയ നായ്ക്കുട്ടിയാണ് പഗ്. ചൈനയാണ് ഇവയുടെ ജന്മദേശം. ടോയ് നോൺ സ്പോട്ടിംഗ് വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെട്ടിട്ടുള്ളത്. കുറച്ച് മടിയുള്ള കൂട്ടത്തിലുള്ള നായ്ക്കുട്ടികളാണ് ഇവ. വളരെ ജെന്റിലും പ്ലേഫുള്ളുമാണ്. കൂടാതെ അറ്റൻഷൻ സീക്കറുമാണ്. ഇവരുടെ മുഖത്തിന്റെ പ്രത്യേകതകൾ. ചുളിവുകളുള്ള മുഖമാണ് ഇവയ്ക്ക്. വളരെ ചെറിയ മസിലാണ് ഇവയുടെ. ഡാർക്ക് ഐസ്, ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന വാല് ഇവയെല്ലാം ഇവയുടെ പ്രത്യേകതകളാണ്. നല്ല ബ്രീഡിന് വാലിൽ 2 വളവുകൾ കാണപ്പെടുന്നു. കോമ്പാക്റ്റും സ്ക്വയർ ഷേപ്പിലുള്ളതുമായ ശരീരമാണ് ഇവയ്ക്ക്. നെറ്റിയിൽ തമ്പ് മാർക്ക് സ്ഫുടമായി കാണുന്നു. ഇവയുടെ സാധാരണ കളർ ഫോൺ, ആപ്രിക്കോട്ട്, സിൽവർ എന്നിവയാണ് ഇവയുടെ കോമൺ കളർ. നല്ല തിളക്കമുള്ളതും സ്മൂത്തുമായ ഹെയർ കോട്ടാണ് ഇവയ്ക്ക്. 12 മുതൽ 15 വർഷം വരെ ഇവ ജീവിക്കുന്നു. പഗിന്റെ യൂട്ടിലിറ്റി. നല്ല ഒരു പെറ്റ് ഡോഗാണ് പഗ്. ആക്രമണ സ്വഭാവം തീരെയില്ലാത്തതിനാൽ വീട്ടിൽ വളർത്താനും കുട്ടികളുടെ കൂടെ വളർത്താനും വളരെ അനുയോജ്യരാണിവ. ഒരു പ്രശ്നമുള്ളത് പെട്ടെന്ന് തടി വയ്ക്കുന്ന സ്വഭാവമുള്ളവരാണ് ഈ ബ്രീഡുകൾ.
അതിനാൽ എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. ഇത്രയും ബ്രീഡ്സിനെ കുറിച്ചാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച ബ്രീഡുകളുടെ പേരുകൾ ഒന്നും കൂടെ പറയാം. ജർമ്മൻ ഷെപ്പേർഡ് അഥവാ അൽസേഷ്യൻ, ലാബ്രഡോർ റിട്രീവർ അഥവാ സെയിന്റ് ജോൺസ് ഡോഗ്, റോട്ട് വീലർ, ഡോബർമാൻ പിൻഷർ, ജാപ്പനീസ് സ്പിറ്റ്സ്, പഗ് എന്നീ ബ്രീഡുകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അടുത്ത ടോപ്പിക് റെസ്ട്രെയിനിങ് ഓഫ് ഡോഗ്സ് ആണ്. അതായത് പലവിധ ആവശ്യങ്ങൾക്കായി ഡോഗ്സിനെ കൺട്രോൾ ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയെല്ലാം അവയെ റെസ്ട്രെയിൻ ചെയ്യണം, എങ്ങനെയെല്ലാം അവയെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഡോഗ്സിന്റെ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നായയുടെ ബിഹേവിയർ ചില കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ബ്രീഡ്. നമ്മൾ ഇപ്പോൾ പഠിച്ച ബ്രീഡുകളെല്ലാം പല സ്വഭാവത്തിൽപ്പെട്ടവയാണെന്ന് നമ്മൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ ശൂരത കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള നായ ഇനങ്ങളുണ്ട്. നായയ്ക്ക് ലഭിച്ചിട്ടുള്ള ട്രെയിനിങ്, കൃത്യമായ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള നായകളാണെങ്കിൽ കുറെ കൂടി ഡൊസൈലായിരിക്കും. എന്നാൽ നായയ്ക്ക് അവയുടെ ജീവിതത്തിൽ ഡിസഗ്രീബിൾ ആയിട്ടുള്ള, അതായത് മോശം എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവ കൂടുതൽ ആക്രമണകാരികളായി കാണപ്പെടുന്നു. മനുഷ്യ സഹവാസം ലഭിച്ചിട്ടുള്ള നായകളാണെങ്കിൽ കൂടുതൽ ശാന്തശീലരായിരിക്കും. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതും സ്ട്രേ ഡോഗ്സും കുറെ കൂടെ ആക്രമണ സ്വഭാവം കാണിക്കപ്പെടുന്നു. ചെറിയ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടെങ്കിൽ കൂടെ അവ മനുഷ്യന്മാരെയും മറ്റുള്ള മൃഗങ്ങളെയും കടിക്കാനായി ഓടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നന്നായി ശ്രദ്ധ കിട്ടിയിട്ടുള്ള ഒരു പെറ്റ് ഡോഗ് ആണെങ്കിൽ അവ കൂടുതൽ ശാന്തശീലരായി കാണപ്പെടുന്നു. നെർവസ് ആയതോ പേടിക്കപ്പെട്ടതോ ആയ നായയുടെ ലക്ഷണങ്ങളാണ് അടുത്തായി പറയാൻ പോകുന്നത്. ആങ്ഷ്യസ് ആയിട്ടുള്ള മുഖഭാവമായിരിക്കും അവയ്ക്ക്. തലയുടെയും കണ്ണുകളുടെയും പെട്ടെന്നുള്ള ചലനം, ചുണ്ടുകൾ ബാക്കിലേക്ക് വലിഞ്ഞ് പല്ലുകൾ പുറത്തു കാണുന്നത് പോലെയുള്ള നിൽപ്പ്, ഇവയെല്ലാം ഇത്തരം നായകളുടെ പ്രത്യേകതയാണ്. കൂടുതൽ അപകടകാരികളായ നായ്ക്കൾ അവയുടെ തല താന്ന ലെവലിൽ പിടിക്കുകയും ഹാൻഡ്ലറിന്റെ നേരെ നോക്കാതെ നിൽക്കുകയും ചെയ്യും. ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ പോസ്ചർ വളരെ വ്യക്തമാണല്ലോ. ഒരു ഡിഫെൻസീവ് ത്രെറ്റ്, ആക്രമണ സ്വഭാവമുള്ള ഒരു നായയുടെ പോസ്ചറാണ് ഈ കാണുന്നത്. ഡോഗ്സിനെ സമീപിക്കുമ്പോഴും ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഹാൻഡ്ലിംഗ് ചെയ്യുന്ന സമയത്ത് ഡോഗിനോട് സംസാരിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡോഗിന്റെ നേരെ മുമ്പിലേക്ക് വരുന്നതിന് പകരം ഏതെങ്കിലും ഒരു വശത്തുകൂടെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കണം. നെർവസ് ആയ ഡോഗ്സിനെ ശാന്തമാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നായയുടെ അടുത്തിരുന്ന് ശാന്തമാക്കിയതിനു ശേഷം മാത്രം ഹാൻഡ്ലിംഗ് ചെയ്യുക. ഹാൻഡ്ലിംഗ് എളുപ്പമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി പഠിക്കാം. നായയുടെ കണ്ണിന്റെ വിസിബിലിറ്റി കുറയ്ക്കാനായി ഒരു ടവൽ അതിന്റെ മുഖത്തിടാം. ഡോഗ് ബൈറ്റ് ഒഴിവാക്കാനാണെങ്കിൽ മസിലിംഗ് ചെയ്യാം. മസിലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കും. നായ്ക്കളെ പരിചരിക്കേണ്ടി വരുമ്പോൾ, പ്രത്യേകിച്ചും പരിചയമില്ലാത്ത നായ്ക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ മസിലിംഗ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോഗ് ബൈറ്റ് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനായി നമുക്ക് 5 സെന്റിമീറ്റർ ഗോസ് ബാൻഡേജോ ഒരു ചെറിയ നീളമുള്ള സ്മൂത്തായ കയറോ ഉപയോഗിക്കാം. സ്റ്റേജ് 1 ശ്രദ്ധിക്കുക. ഈ ബാൻഡേജ് കൊണ്ട് ആദ്യമായി ഒരു ലൂപ്പ് ഉണ്ടാക്കി നായയുടെ വായ്ഭാഗം അതിനുള്ളിലേക്ക് കടത്തുക.
അടുത്തതായി സ്റ്റേജ് 2 ശ്രദ്ധിക്കുക. ലൂപ്പിന്റെ കെട്ട് മുകളിലാണെങ്കിൽ താഴോട്ട് കൊണ്ടുവരണം. ലോവർ ജോയുടെ താഴെയായിരിക്കണം കെട്ടുവരേണ്ടത്. അതിനുശേഷം ബാൻഡേജിന്റെ ഫ്രീ ആയിട്ടുള്ള എൻഡ് സ്റ്റേജ് 3 കാണുന്നത് പോലെ ചെവിയുടെ ബാക്കിലോട്ട് കൊണ്ടുവന്ന് കഴുത്തിന് മുകളിലായി പെട്ടെന്ന് അഴിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു നോട്ട് ഇടുക. നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട് എപ്പോഴും ഒരു ക്വിക്ക് റിലീസ് നോട്ട് ആയിരിക്കണം. മുഖത്ത് വായ്ക്കു ചുറ്റുമായി കെട്ടുന്ന നോട്ട് നായയ്ക്ക് കടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആവശ്യത്തിന് മുറുകിയിരിക്കണം. ഈ കെട്ട് മൂക്കിന്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോയാൽ നായയ്ക്ക് ഈസിയായി അതിന്റെ കൈകൾ കൊണ്ട് കെട്ടഴിച്ചു കളയാൻ സാധിക്കും. എന്നാൽ ഇത് ഒരുപാട് കയറിപ്പോയാലോ നായയ്ക്ക് വായ ചെറിയ രീതിയിലെല്ലാം തുറക്കാൻ സാധിക്കുകയും ചെയ്യും. വേറെ ഒരു പ്രധാന കാര്യം, ഈ കെട്ട് കൂടുതൽ മുറുകിപ്പോയാൽ ഡോഗ്സിന് ശ്വാസതടസ്സം ഉണ്ടാവുകയും അതിനാൽ നായ ഹൈപ്പോക്സിയ അഥവാ ശ്വാസതടസ്സം കാണിക്കുകയോ ഛർദ്ദിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ മസിൽ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചൂടുകാലത്ത് നായ്ക്കളെ കൂടുതൽ സമയം മസിലിംഗ് ചെയ്തു വെക്കരുത്. നായ്ക്കൾ നാവ് പുറത്തിട്ട് സലൈവ ഡ്രിബിൾ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും മിക്കതും നമ്മൾ അവയെ കാണുക. എന്തിനാണ് ഡോഗ്സ് ഇങ്ങനെ പാൻറ്റിംഗ് ചെയ്യുന്നത് എന്നറിയാമോ? അവയുടെ ശരീരത്തിലെ ഊഷ്മാവ് കൺട്രോൾ ചെയ്യാനായി അവ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഡോഗിന്റെ തെർമോ റെഗുലേറ്റഡ് സിസ്റ്റം ശരിയായി നടക്കാൻ അവ നാവ് പുറത്തിടുകയും അതിൽ നിന്ന് സലൈവ ഡ്രിബിൾ ചെയ്തിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ചൂട് സമയത്ത് കൂടുതൽ സമയം ഡോഗ്സിനെ മസിലിംഗ് ചെയ്താൽ അവയ്ക്ക് ഇങ്ങനെ പാൻറ്റിംഗ് പ്രോസസ് ചെയ്യാൻ സാധിക്കാതെ വരികയും അവയുടെ തെർമോ റെഗുലേറ്റഡ് സിസ്റ്റം ശരിയായി നടക്കാതിരിക്കുകയും ചെയ്യും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ബാൻഡേജോ കോഡോ കൊണ്ടുള്ള മസിലിന് പകരം ഇപ്പോൾ നമ്മൾക്ക് പലതരം മോഡൽ മസിൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡോഗ്സിനെ കൺട്രോൾ ചെയ്യാനായി ഉപയോഗിക്കുന്ന ചില വസ്തുക്കളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഡോഗ് കോളർ ആൻഡ് ലീഷ് അഥവാ ബെൽറ്റും അതിന്റെ ചങ്ങലയും എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. എന്തിനെല്ലാമാണ് ഡോഗ് കോളർ ഉപയോഗിക്കുന്നത്? പ്രധാനമായും നായ്ക്കളെ റെസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇതൊരു ഐഡന്റിഫിക്കേഷൻ മാർക്കറുമാണ്. ടിക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പാരസൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ടുള്ള കോളറുകളും അവൈലബിൾ ആണ്. ഒരു പ്രശ്നമുള്ളത്, ചില നായ്ക്കൾ ഇത്തരം കോളറും ലീഷുമെല്ലാം തലയിൽ കൂടി അഴിച്ചു കളയാറുണ്ട്. പലതരത്തിലുള്ള ഡോഗ് കോളറും ലീഷും അവൈലബിൾ ആണ്. അവയിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത് ചോക്ക് ചെയിൻ എന്ന കോളറാണ്. ചങ്ങല കൊണ്ടുള്ള ഒരു ചെയിൻ ആണ് ഇത്. ഇതിന്റെ കൂടെ 3 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു നൈലോൺ കോഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ലീഷായി ഉപയോഗിക്കാം. ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തോ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്തോ ഈ ലീഷിന്റെ ഒരു അറ്റം ചോക്ക് ചെയിനിന്റെ ഐബോൾട്ടിനുള്ളിൽ കൂടെ കടത്തി തൂണിലോ മറ്റോ ചുറ്റി ഡോഗിന്റെ തല ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ടൈറ്റായി വലിച്ചു പിടിക്കാം. അതിനുശേഷം വാലും കാലുകളും കൺട്രോൾ ചെയ്തതിനു ശേഷം ഈസിയായിട്ട് ഇഞ്ചക്ട് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും കനം കുറഞ്ഞ മേശയിലോ കസേരയിലോ ഈ കയർ കെട്ടി ഇടരുത്. ഡോഗിന് ഇതെല്ലാം ഈസിയായി തട്ടി മറിച്ചിട്ട് പോകാനായി സാധിക്കും. ഇനി കെട്ടിയിടാനായി അടുത്ത വസ്തുക്കളൊന്നുമില്ലെങ്കിൽ വേറെ രീതിയിലും ചോക്ക് ചെയിൻ ഉപയോഗിക്കാം. ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി ഈ ചോക്ക് ചെയിൻ്റെ ഒരു ഭാഗം വാതിലിന്റെ ഇടയിലൂടെ കടത്തി തല മുകളിലേക്ക് വരുന്ന രീതിയിൽ വലിച്ചു പിടിക്കുക. രണ്ടാമതൊരു വ്യക്തി വാതിലിന്റെ അകത്ത് നിന്ന്
മസിലിലേക്ക് ഇഞ്ചക്ട് ചെയ്യാവുന്നതാണ്. എലിസബത്തൻ കോളർ. ഇവ വീതി കൂടിയ ഷീറ്റ് പോലെയുള്ള വസ്തുക്കളാണ്. നായയുടെ കഴുത്തിന് പുറകിലായി ഇവ ഫിറ്റ് ചെയ്യണം. നായയുടെ ശരീരത്തിൽ മുറിവുകളോ മറ്റോ പറ്റിയാൽ അവ കൂടുതൽ വികൃതമാക്കാതിരിക്കാനാണ് എലിസബത്തൻ കോളറുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയ എലിസബത്തൻ കോളറുകൾക്ക് പകരം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ ബക്കറ്റ് കൊണ്ടോ എല്ലാം നമ്മൾക്ക് എലിസബത്തൻ കോളർ ഉണ്ടാക്കാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്, സെലക്ഷൻ ഓഫ് പപ്സ്. വളർത്താനായി നായ്ക്കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ആദ്യമായി അവയുടെ ശരീരത്തിന്റെ സൈസ്. വലിയതും മീഡിയം സൈസിലുള്ളതും ചെറിയ സൈസിലുള്ളതുമായ നായ് ബ്രീഡുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏത് സൈസിലുള്ള ബ്രീഡ് വേണമെന്ന് ആദ്യം തീരുമാനിക്കണം. ഇത് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സ്ഥലത്തിന്റെ അവൈലബിലിറ്റി. മുറ്റമോ ലോണോ എല്ലാം ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ബ്രീഡിനെ തന്നെ നമുക്ക് വളർത്താനായി സാധിക്കും. ചുറ്റുമതിലുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. ഫ്ലാറ്റിലാണെങ്കിൽ ചെറിയ ബ്രീഡായിരിക്കും കൂടുതൽ ഉചിതം. അയൽക്കാരുടെ മനോഭാവവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഏത് സൈസിലുള്ള പപ്പിനെ വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏത് ബ്രീഡ് വേണമെന്നാണ്. ബ്രീഡിനെയും തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ശരിയായുള്ള പപ്പിനെ വേണം സെലക്ട് ചെയ്യാനായി. ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്കിനോടൊപ്പം അവയുടെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യമുള്ള ഒരു പട്ടിക്കുട്ടിയാണെങ്കിൽ അവയ്ക്ക് ബ്രൈറ്റ് ഐസ്, ഇലാസ്റ്റിക് സ്കിൻ, ഗ്ലോസി ഹെയർ കോട്ട്, അതായത് നല്ല തിളക്കമുള്ള കണ്ണുകൾ, ഡീഹൈഡ്രേഷൻ ഒന്നുമില്ലാതെ നല്ല ഇലാസ്റ്റിക് ആയ സ്കിൻ, നല്ല ലസ്ട്രസ് അല്ലെങ്കിൽ ഗ്ലോസി ആയിട്ടുള്ള ഹെയർ കോട്ട്, ഇതെല്ലാം കാണും. കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ലവ്ലിയസ്റ്റും ധൈര്യശാലിയുമായ പട്ടിക്കുട്ടിയെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മറ്റ് പട്ടിക്കുട്ടികളുടെ പിന്നിൽ ഒളിക്കുകയോ ആരോഗ്യമില്ലാത്ത പട്ടിക്കുട്ടികളോ ആണെങ്കിൽ അവയെ നമ്മൾ തിരഞ്ഞെടുക്കരുത്. കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ ഡിസ്ചാർജോ, സ്റ്റൊമക്കിന്റെ അവിടെ പോട്ട് ബെല്ലി അപ്പിയറൻസ്, സാധാരണ പ്രതീക്ഷിക്കുന്ന തൂക്കത്തിനേക്കാൾ കുറവുള്ള ശരീരഭാരം, ജന്മനാ ഉള്ള പ്രോബ്ലംസ്, ഇവയുള്ള പട്ടിക്കുട്ടികളെ തിരഞ്ഞെടുക്കരുത്. പല്ലുകളുടെ പൊസിഷനും ശ്രദ്ധിക്കണം. മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ ശരിയായ രീതിയിൽ ഒപ്പം അടയുന്നവയായിരിക്കണം. ഇവയുടെ മോണയ്ക്ക് പിങ്ക് കളർ ഉണ്ടായിരിക്കണം. പെയിലായ മോണ വിളർച്ച അഥവാ രക്തക്കുറവിനെ ആണ് കാണിക്കുന്നത്. 4 കാലുകളും ശ്രദ്ധിക്കണം. എക്സ്ട്രാ ഡിജിറ്റ്, എക്സ്ട്രാ ആയി വിരലുകൾ ഉണ്ടെങ്കിൽ അവയെ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. മുറിഞ്ഞതോ ബ്രീഡിന് ചേരാത്ത ഷേപ്പിലുള്ള വാലുകളോ ഉള്ള പപ്പിനെ സെലക്ട് ചെയ്യരുത്. വാരിയലിന്റെ ഉള്ളിലൂടെ കൈകൾ ഓടിച്ചു നോക്കിയാൽ കാൽസ്യം കുറവ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. മാലമുത്തിന്റെ പോലെയോ ചെറിയ ബീഡ്സ് പോലെയോ ഉള്ള പ്രൊജക്ഷൻസ് റിബിലുണ്ടെങ്കിൽ അത് കാൽസ്യത്തിന്റെ കുറവാണ് എന്ന് മനസ്സിലാക്കാം. പെട്ടെന്ന് ഉയരം വയ്ക്കുന്ന ബ്രീഡ്സ് കാൽസ്യം സപ്ലിമെന്റ് ശരിയായ രീതിയിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ കാൽസ്യക്കുറവ് ഉണ്ടാകും. പട്ടിക്കുട്ടികളിൽ കാണുന്ന ചില അബ്നോർമാലിറ്റീസിന്റെ പിക്ചേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. റിക്കറ്റ്സ്, കാൽസ്യക്കുറവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇത്തരം പട്ടിക്കുട്ടികളുടെ കാലുകൾ ഉള്ളിലോട്ട് തള്ളിയിരിക്കുന്നതായി കാണാം. എക്സ്ട്രാ ഡിജിറ്റ് ഉള്ള ഒരു പപ്പിന്റെ കാലാണിത്. പോട്ട് ബെല്ലി അപ്പിയറൻസ്, അതായത് തൂങ്ങി നിൽക്കുന്ന അവസ്ഥ. വേം ലോഡ് കൊണ്ടോ ചോറ് ഒരുപാട് കഴിക്കുന്ന പട്ടികളിലോ
ഇത്തരം വയറ് സാധാരണയായി കാണപ്പെടുന്നു. ശരിയായ രീതിയിൽ പല്ല് അടയാത്ത നായയുടെ വായുടെ പിക്ചറാണിത്. ഇതെല്ലാം ചില അബ്നോർമാലിറ്റീസ് ആണ്. ഇത്തരം നായ്ക്കുട്ടികളെ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്.